നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. എല്ലാ വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ അനുവദിച്ച സർക്കാർ റേഷൻ വ്യാപാര രംഗത്തെ 95 ലക്ഷം കുടുംബങ്ങളെ അവഗണിക്കുകയായിരുന്നുവെന്നും അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VP രഘുനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 7-ന് നിയമസഭാ മാർച്ച് നടത്തുമെന്നും രഘുനാഥ് പറഞ്ഞു. റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന തുടരുകയാണെങ്കിൽ വ്യാപാരികളുടെ അതൃപ്തി വ്യക്തമാക്കി നവംബർ 1 മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തും. കുടുംബങ്ങൾ കേരളത്തിൽ ഈ റേഷനുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഞങ്ങൾ അതിനെ സഹായം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ഭരണകാലത്ത് എല്ലാ ഈ ആശാവർക്കർ, അയ്യങ്കാളി, തൊഴിലുറപ്പ്, മറ്റ് എല്ലാ മേഖലയ്ക്കും ഉത്സവത്തെയായി വാരിക്കോരി കൊടുത്തിട്ടും റേഷൻ മേഖലയെ അവഗണിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ നയം തുടർന്നു പോയാൽ ഞങ്ങൾ നവംബർ മാസം മുതൽ കടയടപ്പ് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് 7-ാം തീയതി ഈ ഒക്ടോബർ 7-ന് നിയമസഭാ മാർച്ച് സംസ്ഥാനമൊട്ടുക്ക് റേഷൻ വ്യാപാരികൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ജില്ലാതലങ്ങളിൽ ഞങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉത്സവകാല ആനുകൂല്യങ്ങളും ഇന്നും റേഷൻ വ്യാപാരികൾക്ക് അന്യമാണ്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ഉണ്ടായില്ല. നിരന്തരം അധികാരിവർഗം റേഷൻ വ്യാപാരികളുടെ അവഗണനയാണ് വെച്ചു പുലർത്തുന്നത്. സർക്കാരിന് പുറമെ ഉദ്യോഗസ്ഥ തലത്തിലും റേഷൻ വ്യാപാരികൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി A. കൃഷ്ണൻ, ട്രഷറർ PA സേതുരാജ്, MH അബ്ദുൽ നസീർ, KM അബ്ദുൾ സത്താർ, H. റാഫി എന്നിവരും പങ്കെടുത്തു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.